ചിലർ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അത് പുറത്ത് പറയാൻ കഴിയാതെ ചെയ്ത തെറ്റിന് പരിഹാരം കണ്ടെത്താനാകാതെ തൊണ്ടിൽ കുടുങ്ങിയ മുള്ളു പോലെ അത് തുപ്പാനോ വിഴുങ്ങാനോ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും. ഇതേ ഒരു അവസ്ഥയാണ് യൂറോപ്യൻ യൂണിയനും യൂറോപ്പിലുള്ള മുഴുവൻ നാടുകളും. പുറത്ത് പറയാനും കഴിയാതെ ആ പ്രശ്നം പരിഹരിക്കാനും കഴിയാതെ വളരെ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ എന്താണ് പ്രശ്നം ഈ യൂറോപ്യൻ യൂണിയന്? അത് അത്രത്തോളം വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അതെ, വലിയ പ്രശ്നമാണ്. റഷ്യൻ ഗ്യാസ് വേണ്ട എന്ന് പറഞ്ഞ് അമേരിക്കയുടെ പക്കൽ നിന്ന് യൂറോപ്യൻ നാടുകൾ LNG എന്ന് പറയപ്പെടുന്ന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് 2 വർഷത്തിന് മുൻപ് വാങ്ങാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചത്, അതായത് അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമേ പറഞ്ഞത്, ഇതിന് ശേഷം ഏതൊരു പുതിയ LNG പ്ലാന്റും സെറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോഴുള്ള പവർ പ്ലാന്റ്സ്, LNG പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നുവെന്ന് യൂറോപ്യൻ യൂണിയന് നേരെ ഒരു വലിയൊരു തിരിച്ചടിയാണ് കൊടുത്തത്. അതായത് റഷ്യയിൽ നിന്നും ഗ്യാസ് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അമേരിക്കയുടെ പക്കൽ നിന്നായിരുന്നു വലിയൊരു ഇമ്പോർട്ട് യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നാടുകളുടെ അവസ്ഥ എന്താകുമെന്നുള്ള വലിയ ചോദ്യം വരുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ പല നാടുകൾ അമേരിക്കയ്ക്കെതിരെ പറയാൻ തുടങ്ങി. നേരത്തെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് 40% അധികമായി പണം കൊടുത്താണ് ഗ്യാസ് വാങ്ങുന്നത്. നിങ്ങളുടെ വാക്ക് കേട്ടാണ് ഞങ്ങൾ റഷ്യയിൽ നിന്നും ഗ്യാസ് വാങ്ങുന്നത് അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അറിയിപ്പ് തരികയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അമേരിക്കയെ നോക്കി ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇവ എല്ലാത്തിനും പുറകിൽ ഒരു മാസ്റ്റർ മൈൻഡായി അമേരിക്കയാണുള്ളത്. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോയിൽ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനം ഒരു തീരുമാനത്തിൽ നിങ്ങൾ തന്നെ എത്തുക. ആദ്യം യൂറോപ്യൻ കോണ്ടിനെന്റിന് LNG എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടത് എന്ന് നോക്കാം. ലോകത്തിലുള്ള മറ്റു നാടുകളെക്കാട്ടിലും അധികമായി ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസസ് കൺസ്യൂം ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയനിലെ നാടുകളാണ്. അവർ ഉത്തര ധ്രുവത്തിന് വളരെ അടുത്തായതുകൊണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്കല്ല എപ്പോഴും തണുപ്പ് തന്നെയായിരിക്കും. അവരുടെ വീട് ചൂടായി വെച്ചിരിക്കാനും അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും ഭക്ഷണം പാചകം ചെയ്യാനും ഇവ എല്ലാത്തിനും LNG ആണ് യൂറോപ്യൻ യൂണിയനിലെ നാടുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ലോകത്തിലെ വലിയൊരു LNG കൺസ്യൂമറും ഈ യൂറോപ്യൻ നാടുകളാണ്. അതുമാത്രമല്ലാതെ ഇൻഡസ്ട്രിയൽ പർപ്പസിനും LNG ഗ്യാസ് യൂറോപ്പിലുള്ള ഒരുപാട് നാടുകൾ ഉപയോഗിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നാണ് ഈ യൂറോപ്യൻ നാടുകൾക്ക് 2022 മുൻപ് വരെയും കൂടുതലായി LNG ഗ്യാസ് സപ്ലൈ ചെയ്തത്. മുഴുവൻ യൂറോപ്യൻ ഖണ്ഡത്തിൻ്റെയും 48% മുതൽ 51% വരെ പകുതിയിൽ കൂടുതൽ റഷ്യൻ ഗ്യാസസ് ആണ് 2022 വരെയും അവിടെയുള്ള എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചത്. അടുത്തതായി നോർവേ ഒരു 23% കൊടുത്തുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞ് അവിടെയുള്ള ഒരു ആഭ്യന്തര ഉൽപാദനം, അമേരിക്ക ഒരു 9% LNG, ഇങ്ങനെ വലിയൊരു പങ്ക് റഷ്യക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമേ തന്നെ അമേരിക്ക ഒരു വാക്ക് പറഞ്ഞു: യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് ഗ്യാസ് വാങ്ങുന്നത് അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിച്ചാൽ മാത്രമേ റഷ്യയ്ക്ക് പോകാനുള്ള പണം കട്ടാവുകയുള്ളൂ. റഷ്യയുടെ വാറിന് ഒരു ഫ്യൂവൽ പോകാതെ അവർക്കായിട്ട് പോകുന്ന പണവും നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ വലിയൊരു പദ്ധതിയാണ് യൂറോപ്യൻ നാടുകൾക്ക് അമേരിക്ക കൊടുത്തത്. ഇവർക്ക് മറ്റു വഴിയുമില്ല. സത്യം പറഞ്ഞാൽ യൂറോപ്യൻ നാടുകൾക്ക് റഷ്യയുടെ ഗ്യാസ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ വ്യക്തമായി അറിയാം. എങ്കിലും അവരുടെ ഒരു പിടിവാശിക്കായി, അവരുടെ ഇമേജ് സ്പോയിൽ ആകാതിരിക്കാനായി പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കൊടുത്തു: ഞങ്ങൾ റഷ്യയുടെ ഗ്യാസ് ഇതിനു ശേഷം ഉപയോഗിക്കില്ല എന്ന്. ഉടനെ ജർമ്മനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. എന്തിന് ഭയം എന്ന് ചോദിച്ചാൽ, ജർമ്മനിയുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിനായി റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഗ്യാസ് മാത്രം 65% കൂടുതലാണ്. നോർത്ത് സ്ട്രീറ്റ് പൈപ്പ് ലൈൻ വഴി ഇത്രത്തോളം വലിയ ഒരു ഗ്യാസ് ജർമ്മനി വാങ്ങുന്നു എന്നത് മാത്രമല്ലാതെ റഷ്യയിൽ നിന്ന് ഒരുപാട് കുറഞ്ഞ വിലയ്ക്ക് യൂറോപ്യൻ യൂണിയനിലെ നാടുകൾക്കും ഈ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ജർമ്മനി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു: റഷ്യയിൽ നിന്ന് ഈ ഒരു ഗ്യാസ് ഇമ്പോർട്ട് മുഴുവനായും അവസാനിപ്പിച്ചാൽ നമ്മുടെ ഗ്യാസ് പ്രൈസ് എല്ലാം അധികമാകും, നമുക്കത് താങ്ങാനാകില്ല. നമ്മൾ ഈ ഗ്യാസ് ബാൻ ചെയ്താൽ നമുക്ക് വലിയ പ്രശ്നമാകുമെന്ന് ജർമ്മനി പറഞ്ഞു. എന്നാൽ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത് ഇല്ല, റഷ്യയുടെ പക്കൽ നിന്ന് ഇനി ഗ്യാസ് വാങ്ങാനേ പാടില്ല എന്ന്. വലിയൊരു പദ്ധതി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് റഷ്യയുടെ ഗ്യാസിന് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചു. വെറുതെ ഒരു പേരിന് ഫുൾ സ്റ്റോപ്പ് വച്ചു എന്നതല്ലാതെ ഇപ്പോഴും ഒരു 13% റഷ്യയുടെ ഗ്യാസസ് ഇതേ ജർമ്മനി വഴിയും പോകുന്നുണ്ട്, ഉക്രൈൻ വഴിയും പോകുന്നുണ്ട്, പോളണ്ട് വഴിയും പോകുന്നുണ്ട്. എന്നാൽ 51%-നും 13%-നും എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. അത് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന്. ഇങ്ങനെ കുറഞ്ഞതിന് ശേഷം അവരുടെ പക്കലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് വെറും 1.5 മാസം വരെയും മാത്രമേ ഈ ഒരു ഗ്യാസ് യൂറോപ്യൻ യൂണിയനിലെ നാടുകൾക്ക് കൊടുക്കാൻ സാധിക്കൂ എന്ന് യൂറോപ്യൻ യൂണിയനും നന്നായി അറിയാം. ഇപ്പോൾ ഈ സ്ഥലത്ത് അമേരിക്ക ചെയ്തത്, അമേരിക്ക സഹായിക്കാൻ വരുന്നു എന്ന പേരിൽ അകത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് ആവശ്യമായ ഗ്യാസ് ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയനോട് പറയുന്നു. എന്നാൽ അമേരിക്ക ഇവിടെ നടത്തിയ വലിയൊരു ട്വിസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ യൂണിയന് ഗ്യാസ് കൊടുക്കുന്നത് പോലെ കൊടുക്കുകയും അതിൻ്റെ വില അധികമാക്കുകയും ചെയ്തു.
ഇതിന് അമേരിക്ക പറഞ്ഞ ഒരു കാരണം, ഞങ്ങൾ ഇവിടെ നിന്ന് ഗ്യാസ് കൊണ്ടുവരുന്നത് ഷിപ്മെൻറ്റ് കപ്പൽ വഴിയാണ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ട്രാൻസ്പോർട്ട് ചിലവെന്നത് വളരെ കൂടുതലാണ്. കാരണം പൈപ്പ് ലൈൻ വഴി ഗ്യാസ് പോകുമ്പോൾ അതിൻ്റെ വില 25% കുറയും. ഡയറക്റ്റ് അവിടെ നിന്നും ഗ്യാസായി തന്നെ അയക്കാം. എന്നാൽ ഇങ്ങനെ കപ്പലിൽ കൊണ്ടുവരുമ്പോൾ ഗ്യാസ് ഫോമിൽ നിന്ന് ഹൈ പ്രഷറിൽ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റി പോർട്ടിലേക്ക് കൊണ്ടുവരണം. യൂറോപ്യൻ യൂണിയനിൽ ഇറക്കിയതിനു ശേഷം ആ ലിക്വിഡ് ഫോമിൽ നിന്ന് വീണ്ടും ഗ്യാസ് ഫോമിലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്കും ഇൻഡസ്ട്രിയൽ പർപ്പസിനും അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവ എല്ലാത്തിനും ചിലവ് അധികമാണ്. ഈ പ്രോസസ്സിനെല്ലാം പണം അധികമാണ്. അങ്ങനെ ഇവയെല്ലാം യൂറോപ്യൻ യൂണിയന്റെ തലയിലേക്ക് അങ്ങ് കെട്ടിവെക്കുകയാണ് അമേരിക്ക ചെയ്തത്. ഇത്രത്തോളം അമേരിക്ക അധിക പണത്തിന് കൊടുത്താലും യൂറോപ്യൻ യൂണിയന് മറ്റു മാർഗമില്ലാതെ അമേരിക്കയിൽ നിന്ന് ഗ്യാസ് വാങ്ങിക്കൊണ്ടിരുന്നു. മറ്റൊരു ഭാഗത്ത് വളരെ കുറഞ്ഞ വിലയിൽ കിട്ടിയ റഷ്യയുടെ ഗ്യാസ് വേണ്ട എന്നും പറഞ്ഞു. ശരി, ഇത്രത്തോളം വാങ്ങിക്കൊണ്ടിരുന്നല്ലോ, അത് ഈ ഒരു യുദ്ധം കൊണ്ട് മാത്രമാണോ അമേരിക്കയുടെ ഗ്യാസ് വില കൂടിയത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കുക. ഇതിൽ 2013 മുതൽ 2022 വരെയും വെറും 1.5 ബില്യൺ ക്യൂബിക് ഫീറ്റ് അളവിൽ ഗ്യാസാണ് അമേരിക്ക ഈ യൂറോപ്യൻ യൂണിയന് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അത് 2022 ഈ ഒരു യുദ്ധം ആരംഭിച്ചതിന് ശേഷം നോർത്ത് സ്ട്രീറ്റ് പൈപ്പ് ലൈനിൽ ഒരു വിള്ളലുണ്ടാകുന്നു. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് കേട്ടതാണ്. അത് ഒന്നുകൂടെ ഓർക്കുക. ആ പൈപ്പ് ലൈനിൻ്റെ വിള്ളലിന് മുൻപ് തന്നെ 50 മുതൽ 60 ബില്യൺ ക്യൂബിക് ഫീറ്റിലായിരുന്ന ഈ അമേരിക്കയുടെ ഗ്യാസ് എക്സ്പോർട്ട് എന്നത് പൈപ്പ് ലൈനിലുണ്ടായ പൊട്ടിത്തെറിക്ക് ശേഷം ചില മാസങ്ങളിൽ തന്നെ 150 ബില്യൺ ക്യൂബിക് ഫീറ്റ് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചാർട്ട് ഞാൻ പറഞ്ഞതല്ല, വെസ്റ്റേൺ മീഡിയാസ് പബ്ലിഷ് ചെയ്തതാണ്. ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗ്യാസ് പൈപ്പ് ലൈനിൽ ഒരു വിള്ളലുണ്ടായതിനു ശേഷം ലോകം മുഴുവൻ റഷ്യയെ കുറ്റം പറയാൻ തുടങ്ങി. എന്നാൽ അമേരിക്കയുടെ ജേർണലിസ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ഒരുപാട് പേർ പറഞ്ഞൊരു കാര്യം, ഇത് അമേരിക്കയുടെ കളിയാണ്, ഇതിൽ CIA വലിയൊരു പങ്കുണ്ട്. റഷ്യയുടെ ഗ്യാസ് പൈപ്പ് ലൈൻ ഡാമേജ് ചെയ്ത് റഷ്യ തന്നെ വിചാരിച്ചാൽ പോലും ഈ ഒരു ഗ്യാസ് യൂറോപ്യൻ യൂണിയന് കൊടുക്കാത്തതുപോലെ അവർ ചെയ്തു. അമേരിക്കയുടെ ഗ്യാസ് ഇൻഡയറക്റ്റായി അവിടെ വിൽക്കാനാണ് ഇങ്ങനെ ഒരു നാടകം CIA കളിച്ചത് എന്ന വലിയൊരു കുറ്റപത്രം വച്ചു. ഇത് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഗ്രാഫുമുള്ളത്. ഇപ്പോൾ 200 ബില്യൺ ക്യൂബിക് ഫീറ്റ് വരെയും അമേരിക്കയിൽ നിന്ന് ഗ്യാസ് യൂറോപ്യൻ യൂണിയനിലേക്ക് പോകുന്നുണ്ട്. ഈ അളവനുസരിച്ച് നോക്കുമ്പോൾ ചിലക്ക് മനസ്സിലാകില്ല. വ്യക്തമായി പറഞ്ഞാൽ ഈ LNG ഗ്യാസ് എന്നത് ലിക്വിഡ് ഫോമിലുള്ളപ്പോൾ മെട്രിക് ടൺസിലായിരിക്കും അതിൻ്റെ അളവ് വരുന്നത്. ഗ്യാസ് ഫോമിലേക്ക് ആയതിനു ശേഷം ക്യൂബിക് ഫീറ്റ് എന്ന അളവിലേക്ക് അതിനെ കൊണ്ടുവരും. ഇതാണ് ഒരു അളവുകോൽ. ഇങ്ങനെ അധികമായ പണം കൊടുത്ത് യൂറോപ്യൻ യൂണിയന് അമേരിക്ക ഗ്യാസ് കൊടുത്താൽ കൂടിയും വരുന്ന മാസങ്ങളിൽ അമേരിക്കയ്ക്ക് ഒരു ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ഇലക്ഷനിൽ അമേരിക്കയിലുള്ളവർക്ക് അമേരിക്കൻ കാൻഡിഡേറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രോമിസ് എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ റിന്യൂവബിൾ എനർജിയെ നോക്കി ഒരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ഫോസിൽ ഫ്യൂൽസിന്റെ കൺസംഷൻസും അതിന്റെ എക്സ്പോർട്ടും കുറയ്ക്കും. പുതുതായി യാതൊരു ഫോസിൽ ഫ്യൂൽ പ്ലാന്റ്സും, പ്രധാനമായും LNG പ്ലാന്റ്സ് ഞങ്ങൾ നിർമ്മിക്കില്ല എന്ന് അവരുടെ ഇലക്ഷൻ പ്രചാരണത്തിൽ അവരൊരു കാര്യം പറഞ്ഞു. ഈ ഒരു സ്ഥാനത്താണ് യൂറോപ്യൻ യൂണിയന് വലിയൊരു തിരിച്ചടി വന്നത്. ഇപ്പോൾ വരെയും അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട 4 കമ്പനികളായ ഷെൽ, ചെവ്രോൺ, ടോട്ടൽ എനർജീസ്, LNG ബ്രൈറ്റ് ഫ്യൂച്ചർ, ഈ കമ്പനികളിൽ നിന്നാണ് അധികമായി ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കമ്പനികളുടെ ഉൽപ്പാദനം കുറയ്ക്കുകയും പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കുകയും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റായി യൂറോപ്യൻ യൂണിയനിലും അവിടെയുള്ള നാടുകൾക്കും അത് വലിയൊരു തിരിച്ചടിയാകും. കാരണം യൂറോപ്യൻ യൂണിയൻ വലിയൊരു അളവിൽ ഗ്യാസ് ആശ്രയിക്കുന്നത് അമേരിക്കയിൽ നിന്നാണിപ്പോൾ. പെട്ടെന്ന് ഇവരുടെ ഒരു ഇലക്ഷൻ പ്രചാരണത്തിൽ ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നതും അത് അവർക്ക് വലിയ ഞെട്ടലുണ്ടാക്കി. ഇപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം 2030 ശേഷം അവർ മുഴുവനായും LNG യൂസേജ് അവസാനിപ്പിച്ചിട്ട് റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയപ്പെടുന്ന കാർബൺ എമിഷൻ ഇല്ലാത്ത എനർജി നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയന് അറിയാത്തൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ലോകമെമ്പാടുമുള്ള എല്ലാ നാടുകളും പറയുന്നൊരു കാര്യം, 2050 വരെയും ഏതൊരു നാടുകളെ കൊണ്ടും 100% ഈ ഫോസിൽ ഫ്യൂവൽസ് നിരാകരിച്ച് മറ്റേത് ജോലിയും ചെയ്യാൻ കഴിയില്ല എന്നതാണ്. അങ്ങനെ 2050 വരെ നോക്കിയാൽ കൂടിയും അമേരിക്കൻ ഗ്യാസസ് യൂറോപ്യൻ നാടുകൾക്ക് അമേരിക്കയുടെ കമ്പനിക്ക് നൽകാൻ കഴിയില്ല. 40% കോസ്റ്റ് ഇൻക്രീസ് അവിടെയുണ്ട്. ഉദാഹരണത്തിന് റഷ്യയിൽ നിന്ന് 100 രൂപയ്ക്ക് ഒരു സിലിണ്ടർ വാങ്ങി ഉപയോഗിക്കുന്ന നിങ്ങൾ അടുത്ത ദിവസം ചെന്ന് 140 രൂപ തന്നാൽ മാത്രമേ സിലിണ്ടർ നൽകൂ എന്ന് പറയൂ. അത് തന്നെ അടുത്ത ചില മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞ് 140 എന്നല്ല, എത്ര രൂപ തന്നാൽ പോലും ഈ സിലിണ്ടർ നൽകാൻ കഴിയില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും മാനസികാവസ്ഥ? അങ്ങനെ ഒരു കഥയാണ് ഇന്ന് അമേരിക്കൻ കമ്പനികൾ യൂറോപ്യൻ നാടുകളിൽ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന റഷ്യയുടെ ഗ്യാസ് വേണ്ട എന്ന് യൂറോപ്യൻ യൂണിയനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും എൻ്റെ ഗ്യാസ് ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ഇപ്പോൾ ആ ഗ്യാസിനും അധികമായ പണം ചോദിക്കുകയും
ഇനി അധികമായ പണം തന്നാൽ പോലും ഗ്യാസ് നൽകാൻ കഴിയില്ല എന്ന വലിയൊരു കുഴിക്കുള്ളിലേക്ക് യൂറോപ്യൻ യൂണിയനെ തള്ളിവിടുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ഒരുപാട് നാടകങ്ങളും കളിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈൻ പൈപ്പ് ലൈനിലുണ്ടായ വിടവ്, ഉക്രൈനിൽ നിന്ന് റഷ്യയുടെ ഗ്യാസ് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനിലുണ്ടായ ഡാമേജ്, ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ അടിസ്ഥാനമാക്കി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഈ നോർത്ത് സ്ട്രീറ്റ് ലൈൻ പൈപ്പ് ലൈൻ അമേരിക്ക ഡാമേജ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ആരും ആ സമയം വിശ്വസിച്ചില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ ഇതിനുള്ള തീരുമാനം നിങ്ങളോട് തന്നെ ചോദിക്കുന്നു. കാരണം ആരെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.